അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കറിയാം, ഇസ്രയേൽ ജനം അവിടുന്ന് യാത്ര പുറപ്പെടുമ്പോൾ അവർ രക്തം തളിക്കപ്പെട്ടവരായി, കട്ടളപ്പടിമേലും കുറുമ്പടിമേലും എല്ലാം രക്തം തളിച്ചിട്ടാണ് അവരവിടുന്ന് പുറപ്പെടുന്നത്. അവിടുന്ന് എൻട്രി ചെയ്തിരിക്കുന്നത് ദൈവരാജ്യത്തിലായിരിക്കുന്നു. അല്ലെങ്കിൽ അതുവരെ ആയിരുന്ന അനുഭവത്തിൽ നിന്ന് അവർ മാറി കർത്താവ് അവരെ നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലേക്കാണ് അവർ എൻട്രി ചെയ്തത്. അന്നു മുതൽ അവരുടെ ലൈഫ് മാറുകയാണ്. അവരെ മൂടിയിരിക്കുന്ന ദൈവസാന്നിധ്യം അവരുടെ മേൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് രാത്രിയും വെളിച്ചമായിരുന്നു. ഇരുളും അവർക്ക് പ്രകാശമായിരുന്നു. പകലും രാത്രിയും ഒരേപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ആയിരുന്നത്. കർത്താവിൻ്റെ വചനം പറയുക, കർത്താവ് തന്നെയായിരുന്നു അവരുടെ വൈദ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരിൽ രോഗികളുണ്ടായിരുന്നില്ല, ബലഹീനത ഉണ്ടായിരുന്നില്ല. കർത്താവ് അവരെ കരുതുവാനിടയായി. എന്നാൽ ഇതെന്താണ് കാണിക്കുന്നത്? ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയും ദൈവരാജ്യത്തിലാണ് കടക്കുന്നത്. ആ വ്യക്തിയും ഇതേ അറ്റ്മോസ്ഫിയറിൽ, കർത്താവ് നടത്തുന്ന അറ്റ്മോസ്ഫിയറിൽ, ഇതേ അനുഭവത്തിൽ ബലഹീനതയില്ലാതെ വണ്ണം, രോഗമില്ലാതെ വണ്ണം, സാമ്പത്തിക നന്മയിൽ, ഉയർച്ചയിലൊക്കെ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ആ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനോട് കർത്താവ് സംസാരിക്കട്ടെ. ആയിരിക്കുന്ന തലത്തിൽ നിന്നും ആത്മീയ അനുഭവത്തിൽ ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. കുഞ്ഞാട്ടിന്റെ രക്തം കട്ടളപ്പടി കുറുമ്പടിമേൽ തെളിക്കപ്പെട്ടു. യേശു ആകുന്ന വാതിൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞാട്ടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തെളിക്കപ്പെട്ടു. അവർ ഭവനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. യേശു ആകുന്ന വാതിലിലൂടെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. പിന്നീട് അവര് സംരക്ഷണ വലയത്തിനകത്തേക്ക് കയറുക ചെയ്തേ. പിന്നീട് അവരെ രാത്രി തൊട്ടില്ല, പകലും തൊട്ടില്ല. പിന്നീട് അവർക്ക് രാത്രി ആയിരുന്നില്ല, പകൽ അവരെ സ്വാധീനിച്ചതുമില്ല. രാത്രി ഇറങ്ങിയപ്പോ അവർക്ക് വെളിച്ചം കാണാം.
പകലിറങ്ങിയപ്പോ അവർക്ക് സാന്നിധ്യം കാണാം എന്ന് പറഞ്ഞ കുറുമ്പടിയുടെ മേലും കട്ടളപ്പടിയുടെ മേലും രക്തം തെളിച്ച സ്ഥലത്തു നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിയത് മരുഭൂമിയിലേക്കോ വേറൊരു സ്ഥലത്തിലേക്കോ ഒന്നും ആയിരുന്നില്ല. അക്ഷരികമായി ആയിരുന്നുവെങ്കിലും ആത്മീയമായി പറഞ്ഞ ദൈവത്തിന്റെ ആത്മലോകത്തിനകത്തേക്ക് അവര് കയറിയത്. ആത്മലോകത്തിനകത്തേക്ക് അവര് കയറിയത്. ദൂതന്മാർ പരിരക്ഷിക്കുന്ന, ദൈവം നേരിട്ട് നോക്കുന്ന, ദൈവം നേരിട്ട് പരിരക്ഷിക്കുന്ന, ദൈവം നേരിട്ട് പരിപാലിക്കുന്ന ഓ സ്വർഗീയ ദൂതന്മാർ, ദൈവശക്തി. യേശുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളും കയറിയത് ആ ആത്മലോകത്തിനകത്തേക്കാണ്. നമ്മളതിനെ സഭ എന്ന് വിളിച്ചു. ശരിയാ, സഭയാ. ജോൺ ദാരു ബ്രദറിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാന്ന് വിളിച്ചു. അതൊക്കെ അങ്ങനെയാ. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, ഈ കണ്ണടച്ചിട്ട് മറ്റേ കണ്ണ് തുറന്നു നോക്കിയാൽ അറിയാം കയറിയത് വെളിച്ചമുള്ളൊരു സ്ഥലത്തിനകത്തേക്കാണ്. അവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല. അവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അവിടെ രാത്രിയും പകലും ഇല്ല, ഒരേപോലെ വെളിച്ചമുള്ള സ്ഥലം. ആ രാജ്യത്തിനകത്ത് കയറിയ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഞാനാ നിങ്ങളുടെ ഡോക്ടർ എന്ന്. എന്നെ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനാ നിങ്ങളുടെ ഡോക്ടർ എന്ന്. 15-26 വാക്യമാണ് ഞാൻ പറയുന്നേ. പക്ഷേ വേദപുസ്തകം വിളിക്കുന്നത് ആ രാജ്യത്തിനകത്ത് കയറിയതോടു കൂടെ അവരുടെ ബലഹീനത മാറിപ്പോയി. പിന്നീട് മുടന്തനില്ല, കുരുടനില്ല, ചെകിടനില്ല, പൊട്ടനില്ല, ഊമനില്ല, ആരുമില്ല രാജ്യത്തിനകത്ത്. ഏവരും പെർഫെക്റ്റ്. അവരിൽ ബലഹീനരാരും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്തത്, അവരിൽ ഒരു സമ്പന്നത കുറവ് അവർക്കില്ല. അവർ റിച്ച് ആയിരുന്നു. അവരതിനകത്തേക്ക് കയറുമ്പോ അവരെ ഇത് നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചോണം. മിശ്രൈമര് മരിച്ചു കിടക്കുന്ന വീട്ടിലുള്ള ആളുകള് മരണം ശവസംസ്കാരം മാറ്റി വെച്ചിട്ട് അവരുടെ വീട്ടിലെ ധനം എല്ലാം കൂടെ വാരിക്കോരി കൊടുത്തിട്ട് പോയി പറഞ്ഞു, പൊയ്ക്കോ പൊയ്ക്കോ. അവർ തുടങ്ങിയത് ദൈവരാജ്യത്തിനകത്തായിരുന്നു എന്നതുകൊണ്ട് അവർ സമ്പന്നതയിൽ തുടങ്ങി. നമ്മളോ പറഞ്ഞു ദാരിദ്ര്യത്തിലാ ജീവിക്കേണ്ടതെന്ന്. ഈ രാജ്യത്തിൽ ദാരിദ്ര്യം പറ്റത്തില്ല. ഈ രാജ്യത്തിലെ രാജാവ് രാജാധി രാജാവാണ്, കർത്താധി കർത്താവാണ്. ഈ രാജ്യത്തിൽ പൊന്നും വെള്ളിയും തന്നെയാ ഉള്ളത്. വെള്ളി എനിക്കുള്ളത്, പൊന്ന് എനിക്കുള്ളത്. ഇതിനകത്തേക്ക് കേറിയപ്പോ പൊന്നും വെള്ളിയായിട്ട് അവര് കേറിയേ. ഈ രാജ്യം ഫിസിക്കൽ അല്ലെങ്കിലും ഈ രാജ്യത്തിനകത്തുള്ള ആളുകൾക്ക് ഫിസിക്കലി സകല നന്മകളുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ. ഈ പകൽ ഇത് ഗ്രഹിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കൃപയാൽ സ്വർണം വരും, കൃപയാൽ വെള്ളി വരും, കൃപയാൽ വെള്ളി വരും, കൃപയാൽ പൊന്നു വരും, കൃപയാൽ രത്നങ്ങൾ വരും, കൃപയാൽ വസ്തുവകകൾ വരും. വാളല്ല, പരിചയമല്ല. It is because of the grace. മിസ്രയീമർ പുറപ്പെടുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോ ഞാനൊരു കാര്യം ചെയ്യും. ഈ ജാതികളോട് അവരുടെ മേൽ എന്റെ കൃപ പകരപ്പെടും. അവർ നിങ്ങൾക്ക് വാരിക്കോരിത്തരും. നിനക്ക് വാരിക്കോരിക്കിട്ടും. കൊള്ള പങ്കിട്ടവനെ പോലെ നീ അനുഗ്രഹം അനുഭവിക്കും. ബിക്കോസ് ഇത് ഈ രാജ്യത്തിന്റെ നീതിയാണ്. ആ രാജ്യത്തിനകത്താ ഞാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ 15-ാം അധ്യായത്തിലെ
15-ാം അധ്യായത്തിൽ ഡോക്ടറാന്ന് പറഞ്ഞ കർത്താവിനോട് ചോദിക്കാം, അവരിൽ ആരെങ്കിലും രോഗി ഉണ്ടായിരുന്നോ? കർത്താവ് പറയും, എൻ്റെ രാജ്യത്തിൽ മിറക്കിൾസ് ആർ നോർമൽ. അത്ഭുതങ്ങൾ സാധാരണമാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. 17-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിൽ അവർക്ക് വെള്ളം വന്നു. 17-ാം അധ്യായത്തിൽ അവർക്ക് മന്ന, 16-ാം അധ്യായത്തിൽ അവർക്ക് മന്ന വന്നു. മന്ന വരുന്നതിനേക്കാൾ മുമ്പ് അവരോട് പറഞ്ഞു, see the glory, see the glory, see the glory. അവർ തേജസ് കണ്ടപ്പോ അതിന്റെ ഉള്ളിൽ പ്രൊവിഷനും വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്തിൽ കർത്താവിന്റെ തേജസ് ആരൊക്കെ കാണുന്നുവോ, അല്ല ഈ രാജ്യത്തിൽ കർത്താവിനെ ആരൊക്കെ വ്യക്തിപരമായി കാണുന്നുവോ, അവരെല്ലാ പ്രൊവിഷനും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കുമുള്ള പ്രാധാന്യം മനസ്സിലായോ? എത്രയധികം നിങ്ങൾ ദൈവികമായി കാണുന്നുവോ അത്രയധികം പുറകിൽ എന്തോ വരികയാ. നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടർന്ന് പിടിക്കാൻ വരുവാ. നിന്നെ കൊണ്ടേ പോകത്തുള്ളതാ. നമ്മളെല്ലാം ചോദിക്കുന്ന എന്ത് ചെയ്യണം ദൈവമേ എന്നാ. ചോദിക്കല്ലേ. പോയിരുന്ന അന്യഭാഷയിൽ ആരാധിച്ചിട്ട് കർത്താവ് എന്താ കാണിക്കുന്നെന്ന് നോക്കണം. കാണുന്നത് വരെ അവിടെ ഇരിക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഉപവസിക്കുകയാണ് വിടുതൽ കിട്ടാൻ, പ്രാർത്ഥിക്കുകയാണ് വിടുതൽ കിട്ടാൻ. പക്ഷെ ഞാൻ ദൈവരാജ്യത്തിലാണെന്ന് മറന്നുപോയി, ഞാൻ ആ ആത്മലോകത്തിലാണെന്ന് മറന്നുപോയി. ഈ ലോകത്തിൽ സകലതുകൊണ്ട് എനിക്ക് അത് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. അതിനു വേണമെങ്കിൽ നീ കർത്താവിൻ്റെ കൂടെ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തോ. എന്തുകൊണ്ട് എനിക്കത് എവിടെയാ എനിക്ക് പ്രശ്നം? ഞാൻ എന്താ കാണേണ്ടത്? കാണിച്ചു തരാൻ ദൈവം റെഡിയാണ്. അതിനാണ് ദർശനങ്ങൾ, അതിനാണ് വെളിപ്പാടുകൾ, അതിനാണ് വിഷനുകൾ, എല്ലാം അതിനു വേണ്ടിയാ. ആ രാജ്യത്തിൽ എങ്ങനെ സംസാരിക്കണം, ആ രാജ്യത്തിൽ എങ്ങനെ റിസീവ് ചെയ്യണം, ആ രാജ്യത്തിലെ ക്രയവിക്രയങ്ങൾ എങ്ങനെയാ. ചില ആളുകളോട് ഞാൻ ദശാംശം കൊടുക്കാൻ പറയും. ചിലര് ദശാംശം കൊടുക്കുന്നത് 100 രൂപയാണ്. അവർക്ക് 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 1000 രൂപ അവർ മാറ്റി വയ്ക്കത്തില്ല. 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ മാറ്റി വയ്ക്കും. അവർ വേണമെങ്കിൽ ദരിദ്രർക്ക് കൊടുക്കും. അല്ല, സുവിശേഷത്തിന് കൊടുക്കണം. കാരണം ഇവിടുത്തെ ക്രയവിക്രയം നീ എന്തു കർത്താവിന് വേണ്ടി കൊടുക്കുന്നു, നിന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നാ അതുണ്ടാകുന്നത്. ഞാൻ ഇതുവരെ 10% മാറ്റി വെച്ച് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ എൻ്റെ കൈ കിട്ടിയത് മുഴുവൻ ഞാൻ കൊടുക്കും. എനിക്ക് ആവശ്യമുള്ള മുഴുവൻ ഞാൻ എടുക്കുകയും ചെയ്യും. കാരണം ഇവിടുത്തെ ക്രയവിക്രയം ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നീ കൊടുക്കുന്ന ശരിയായ മനോഭാവം മിനിമം 10% കൊടുക്കണം. അതിന് മുകളിലോട്ട് കൊടുക്കാൻ നിനക്ക് കഴിയുമോ? ഗ്രേറ്റ്. കാരണം ഈ രാജ്യത്തിന്റെ നിയമം അതാ. നിയമം തെറ്റിക്കുന്നവര് അവർക്ക് അത് ചിലത് അനുഭവിക്കാൻ പറ്റാത്ത നിയമം തെറ്റിക്കുന്നുണ്ടാ. നിയമം തെറ്റിക്കുന്നുണ്ടാ ചിലത് നമുക്ക് പറ്റാത്തത്. നിയമമാണെന്ന് പറയാൻ പാടില്ല എങ്കിലും നിയമമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നത് വേദപുസ്തകത്തിലെ നിയമമല്ല എന്ന് പറഞ്ഞാലേ നിയമമാണ്. നിയമമല്ല എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ ദരിദ്രനായിരുന്നു. അതിലേക്ക് കടക്കണ്ട, കട്ടിയായി പോവും. എൻ്റെ ചിന്ത മാറിപ്പോവും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നു? ഇസ്രായേൽ ജനം അനുഭവിച്ചത് ഒരാത്മലോകമായിരുന്നു. അവർക്ക് ദൂതന്മാർ മുമ്പ് ചലിക്കുന്ന കാണാമായിരുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. അവർ കുഞ്ഞാട്ടിൻ്റെ രക്തം മുദ്രയിട്ടിട്ട് കട്ടളപ്പടികളിലൂടെ പുറത്തിറങ്ങിയപ്പോൾ അവർ പുറത്തിറങ്ങിയത് കനാനിലേക്ക് മാത്രമല്ല, അവർ പുറത്തിറങ്ങിയത് സ്വർഗീയമായ രാജ്യത്തിനകത്തേക്കാണ്. അങ്ങോട്ട് കയറുമായിരുന്നു. ആ സെക്കൻഡ് മുതൽ അവരുടെ ഇരുട്ട് അവർക്ക് വെളിച്ചമായി. ആ സെക്കൻഡ് മുതൽ അവരുടെ മുമ്പിൽ ഒരു ദൂതൻ സഞ്ചരിക്കുന്നവർ കാണാൻ തുടങ്ങി. പ്രതിസന്ധിയിൽ അവർക്ക് ചുറ്റും പാളയമറങ്ങുന്ന തീ അവർ കണ്ടു. ശത്രുവിന് ഭയം തോന്നുമാറ് ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്തു.
അവർക്ക് ചുറ്റും തീമതിലുണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം സൂപ്പർ നാച്ചുറലായിരുന്നു. അവരുടെ വസ്ത്രം സൂപ്പർ നാച്ചുറലായിരുന്നു. അവരുടെ കാലിൽ ഒരാളുടെ പോലും ചെരുപ്പ് തേഞ്ഞില്ല. ഒരാളുടെ വസ്ത്രം പോലും നരച്ചില്ല. They were in a supernatural place. They live in a supernatural way. The same thing. അതിലേക്കാണ് ദൈവം എന്നെയും വിളിക്കുന്നത്. ക്രിസ്തുവേശുവിലൂടെ ഞാൻ അവിടേക്കാ പ്രവേശിച്ചേ. ആ രാജ്യത്തിനകത്തേക്കാ ഞാൻ കടന്നേ. ഈ രാജ്യത്തിലേക്ക് കയറിയാൽ സകലതും കാണാം. അടുത്ത ആഴ്ച നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഒരാഴ്ചയും കൂടെ അല്ലെങ്കിൽ 2 ആഴ്ചയും കൂടെ ഞാൻ ഈ കാര്യം പറയാം. പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഏതോ രാജ്യത്ത് കയറിയ പോലെ തോന്നുന്നുണ്ടോ? സ്പിരിച്വൽ വേൾഡ് നിങ്ങൾക്ക് വെളിപ്പെടുന്നോ? എത്ര പേര് ഇപ്പോൾ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടോ? ഒന്ന് പൊക്കിക്കേ, കൈ പൊക്കിക്കേ. അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കാം. ആരുമില്ല. സ്വപ്നം കാണാത്തവരുന്ന് കൈവക്കിക്കേ. സ്വപ്നം കാണുന്നില്ല എന്നുള്ളവരുന്ന് കൈവക്കിക്കേ. കാണാനില്ല. 1 2 3 4 5 6 7 8 ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും കാണുന്നവരാ. ഓ, ഗിവ് എ ക്ലാപ്പ് ഫോർ ഹിം. ഭയങ്കരമായി പോയി. 10 പേരൊഴികെ ബാക്കി എല്ലാവരും സ്വപ്നം കാണുക. ഓ, കൈകൾ അടിച്ചൊരു ആമേൻ പറ. ദർശനങ്ങൾ കാണുന്നവരെന്ന് കരമുയർത്തിക്ക്. ദർശനങ്ങൾ കാണുന്നവർ കരമുയർത്തി കാണട്ടെ. വിവിധങ്ങളായ ദർശനങ്ങൾ. അല്ല, കാണാത്തൊരു കരമുയർത്തിക്ക്. അതാ മെച്ചം, അതാണ് നല്ലത്. പ്രയോജനം അതാ. നേരെ തിരിഞ്ഞു പോയി കാര്യം. കാണാത്തവരെന്ന് കൈ ഉയർത്തിക്ക്. ദർശനങ്ങൾ കാണുന്നില്ല. 5 6 പേരേ ഉള്ളൂ. ഭയങ്കരമായി പോയി. എന്നോട് കർത്താവ് പറഞ്ഞത്, എനിക്ക് സന്തോഷമുണ്ട്, നീ ഈ ദിവസങ്ങളിൽ ഇരിക്കെ ജനം എല്ലാം ദർശനങ്ങളും പ്രവചനങ്ങളും കാണുമെന്ന്. ഭയങ്കരമായി പോയി കേട്ടോ. ദർശനം കാണുന്നവരും പ്രവചനം കാണുന്നവരും കാണാത്തവരെ കൈവക്കാണ് ഇപ്പൊ എളുപ്പം. ആ കൂടി 5 പേര് 6 പേരേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മളൊരു വലിയ സൈന്യമായി അങ്ങോട്ട് മാർച്ച് ചെയ്യുക. സഹോദരങ്ങളെ, 2024 തീരുന്നത് സാധാരണ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു വർഷം തീരുന്ന പോലെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാള് നിങ്ങൾ കർത്താവിലായിട്ട് ഒരു വർഷം തീരുന്നത് പോലെ അല്ല ഈ 2024 തീരാൻ പോകുന്നത്. നിങ്ങൾ വേറൊരു നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. വേറൊരു ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എറിയപ്പെടും. യേശു നിങ്ങളെ അതിശക്തമായി എഴുന്നേൽപ്പിക്കും. ആത്മലോകത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൺഫ്യൂഷനുള്ളവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായി പറയുന്നു കർത്താവ് നടത്തുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന്. ദൈവത്തിൻ്റെ വചനം, ഓരോ വചനവും അങ്ങനെ ഒരു വ്യക്തിയോടാണ് ആയിരിക്കുന്നത്. ആത്മലോകത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തെ കർത്താവ് കൊണ്ടുവരട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. കർത്താവ് ചെയ്ത വലിയ ഒരു അത്ഭുതത്തെയാണ് ഈ കുടുംബത്തിന് സാക്ഷ്യപ്പെടുത്താനായുള്ളത്. ഈ സിസ്റ്ററിൻ്റെ പേര് അംബികയാണ്. കൂടെ നിൽക്കുന്നത് സിസ്റ്ററിൻ്റെ അമ്മയാണ്. നാച്ചിയാർ എന്നാണ് പേര്. അമ്മ തമിഴ്നാട് സ്വദേശിയാണ്. അമ്മയ്ക്ക് നെഞ്ചുവേദനയെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു നെക്സ്റ്റ് സൺഡേ വന്ന് സാക്ഷ്യം പറഞ്ഞാട്ടെ, കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആദ്യം ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും അതേ പ്രയാസമുണ്ടായി. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വ്യാഴാഴ്ച ആ ബുദ്ധിമുട്ട് കാരണം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ECGയും എക്സ്റേയും എടുത്തു. പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞായറാഴ്ച അമ്മയെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. തിങ്കളാഴ്ച വീണ്ടും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. ECGയും എക്സ്റേയും കണ്ട ഡോക്ടേഴ്സ് പറഞ്ഞു വീണ്ടും ഒരു സെക്കൻഡ് അറ്റാക്കിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ
വിശ്വാസത്തോടെ ബ്രദർ പറഞ്ഞ കാര്യം ഓർത്തു. അടുത്ത ഞായറാഴ്ച ഞാൻ സാക്ഷ്യം പറയുന്ന തരത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അമ്മയുടെ ബ്ലഡ് പരിശോധിച്ചു. ഡോക്ടേഴ്സിന് പോലും അതിശയമാകുന്ന തരത്തിൽ ഒരു കുഴപ്പവുമില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിയിരിക്കുകയാണ്. താങ്ക് യു ജീസസ്. ആമേൻ. എന്ന് പറയാവോ, എന്നാ അറ്റാക്ക് വന്നത്? ഒത്തിരി നാൾക്ക് മുമ്പായിരുന്നോ? ഒരു വർഷം മുൻപേ. അപ്പോൾ ഇതുപോലെ തന്നെ അറ്റാക്ക് വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് 10 ദിവസം. പിന്നെ ബ്രദറിനെ കൊണ്ട് പിന്നെ പ്രാർത്ഥിപ്പിച്ച് പിന്നെ അവിടെ കൊണ്ട് വിട്ടു തമിഴ്നാട്ടിൽ. പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച ഇതുപോലെ അതേ അസ്വസ്ഥത വന്നു. പിന്നെ അവിടെ നിന്ന് കൊണ്ട് കാണിച്ചു. ഇപ്പൊ അമ്മയ്ക്കൊരു പ്രയാസവും ഇല്ല, അമ്മയുടെ വേദന മാറിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. ലോകം നമ്മളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ആമേൻ. വേദന തോന്നുന്നത്, അല്ലെങ്കിൽ ആമീൻ അവർ നമ്മളെ ശാപം പറയുന്ന പല വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. പക്ഷേ ഓരോ ഞായറാഴ്ചയും വന്നിരിക്കുമ്പോൾ, ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. നീ എൻ്റെയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ വർദ്ധിക്കും. ആമീൻ. അതാണ് പക്ഷേ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഈ അമ്മയുടെ ഡോക്ടർ പറഞ്ഞു ആമീൻ ഇപ്പോഴും പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ സിസ്റ്റർ പറയുകയാണ്, ബ്രദർ പറഞ്ഞത് അടുത്ത ഞായറാഴ്ച വരുമ്പം സാക്ഷ്യം പറയുമെന്നാ. അതേ സംഭവിക്കത്തുള്ളൂ. കർത്താവ് എന്നെ നോക്കി പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. താങ്ക് യു ജീസസ്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. ആമേൻ. സിസ്റ്റർ, ഈ ബ്രദറിന്റെ ലൈഫിൽ കർത്താവ് ചെയ്ത 2 വലിയ അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ബ്രദറിന്റെ പേര് ബിനു, പാറശാലയിൽ നിന്നുമാണ് വരുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾ കൊണ്ട് ബ്രദറിന്റെ ഇടത് കാലിന് നീരുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കിഡ്നിയിലെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാലിന് നീര് വരുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ യാതൊരു മാറ്റവും അതിലുണ്ടായിരുന്നില്ല. എന്നാൽ ചർച്ചിലെ ബ്രദറിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ബ്രദർ പറയുന്നത് 2 മാസത്തോളം താൻ അനുഭവിച്ചിരുന്ന കാലിലെ നീരിൽ നിന്നും കർത്താവ് പൂർണ്ണമായും തന്നെ സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ. ബ്രദർ എത്രത്തോളം എന്ന് പറയൂ? നീര് സാധാരണ എല്ലാവർക്കും ഓരോരോ കാരണം കൊണ്ട് നീര് വരും. ബ്രദറിനുണ്ടായ പ്രയാസം ഒന്ന് പറയാമോ? എനിക്കുണ്ടായ പ്രയാസം എന്ന് വെച്ചാൽ കാലിൽ ഭയങ്കര നീരായിരുന്നു. അപ്പോൾ കാല് ഊണാനൊന്നും പറ്റുകയില്ലായിരുന്നു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കിഡ്നിക്ക് പ്രോബ്ലമാണ്, കിഡ്നിയിൽ സ്റ്റോൺ ഇരിക്കുകയാണെന്ന് പറഞ്ഞ്. എന്നാൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന് യാതൊരു കുറവും വന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ബ്രദറിനോട് പ്രാർത്ഥന. ബ്രദറെ 2 മാസത്തോളം മെഡിസിൻ കഴിച്ചിട്ടും കാലിലെ നീര് പോയില്ല? ഇല്ല. ആമീൻ. ആ സ്റ്റോണിന്റെ വേദന ഉണ്ടായിരുന്നോ? അപ്പോഴുണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്നാ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചത്? ഒരു 4 ആഴ്ച കൊണ്ട് മീറ്റിംഗ് പോയി. അന്നോട്ട് ആ വേദന കംപ്ലീറ്റ് മാറി, നീരും പറ്റിപ്പോയി. ഹല്ലേലൂയ. ആമീൻ. നീരുണ്ടായിരുന്നു, നീരും പറ്റിപ്പോയി. അതേപോലെ തന്നെ കിഡ്നിയിൽ പ്രയാസമായിട്ട് വേദന ഉണ്ടായിരുന്നു, അതിൽ നിന്നും കർത്താവ് സൗഖ്യമാക്കി. രണ്ടാമതൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ബ്രദറിന് ഒരാഴ്ച മുന്നേ വയറിൽ അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ഹിരണ്യാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതൊരു നാരങ്ങയേക്കാൾ വലിപ്പത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ബ്രദർ പറയുന്നത്. അത് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ ബ്രദർ വിശ്വാസത്തോടുകൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ പറയുന്നത് ഇപ്പോൾ ആ വലിപ്പത്തിലുള്ള നാരങ്ങ വലിപ്പത്തിലുള്ള മുഴയില്ല, കർത്താവ് പൂർണ്ണമായും തന്നെ സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുന്നത്. പരിശോധിച്ചു നോക്കിയോ? ഇപ്പൊ മുളയില്ല, വേദനയില്ല, കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വിശ്വാസം അത്ഭുതത്തെ കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവർ ആരും സൗഖ്യം കൂടാതെ മടങ്ങത്തില്ല. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും രോഗത്തോടെ ആയിരിക്കുന്നോ, മാറില്ല എന്ന് പറയുന്ന വേദനയോടെ ആയിരിക്കുന്നോ, അല്ല മുഴയോടെ ആയിരിക്കുന്നോ, എന്നാൽ ഇന്ന് ശുശ്രൂഷയുടെ നടുവിൽ ആമീൻ അനേകർ ഇന്ന് സൗഖ്യമാകാൻ പോകുകയാണ്. ആമീൻ. ആ ദൈവശക്തി നിങ്ങളുടെ മേൽ ചലിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കുമായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. ആമീൻ. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ജീവിക്കുന്നൊരു ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്നെന്നെ കാണുന്നവർ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ ആ പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജഡത്തിലെ ബലഹീനതയെ സൗഖ്യമാക്കുന്ന
നല്ല വൈദ്യനായ അപ്പോൾ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന കർത്താവെ, സൗഖ്യത്തോടെ നടത്തുന്ന, ബലഹീനതയിൽ ഞങ്ങളെ വിടുവിക്കുന്ന അവിടുത്തെ കരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഓരോ വ്യക്തികളും സൗഖ്യമാകട്ടെ. ഈ കരങ്ങൾ വെച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും സൗഖ്യമാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. അവിടുത്തെ നാമം സകലത്തെയും ഉളവാക്കുന്നുവല്ലോ അപ്പാ. യേശുവെ, അവിടുത്തെ നാമത്തിൽ കർത്താവെ അവിടുന്ന് സകലതും ചെയ്യുന്നുവല്ലോ അപ്പാ. അപ്പാ, സൗഖ്യത്തെ പകർന്നാട്ടെ, സൗഖ്യത്തെ പകർന്നാട്ടെ അപ്പാ, സൗഖ്യത്തെ പകർന്നാട്ടെ. ജോലിയില്ലാതെ ഭാരത്തോടായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സന്ദർശിക്കുക. ആമീൻ, ആമീൻ, ആമീൻ. അപ്പോൾ ഇവർ വിശ്വാസത്തോട് പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഓപ്പൺ ആകട്ടെ അപ്പാ, ഇവരുടെ ലൈഫിൽ ഓപ്പൺ ആകട്ടെ അപ്പാ. കർത്താവെ, ആ ജോലി മേഖല ഓപ്പൺ ആകട്ടെ അപ്പാ. യേശുവോടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു സ്വർഗീയ പിതാവേ. അപ്പോൾ ഈ ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ സമാധാനം ചലിക്കട്ടെ, ദൈവരാജ്യത്തിൻ്റെ അനുഭവം ചലിക്കട്ടെ അപ്പാ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.